വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. ഈ ഒരു വർഷം തീരാൻ ഇനി അടുത്ത ഒരാഴ്ച കൂടി ഉള്ളൂ. ആമേ. ദൈവം നമ്മളെ ഇത്രത്തോളം നിർത്തി. ഓക്കെ, രാവിലെ കിഴക്ക് ദൈവം സൂര്യൻ ഉദിപ്പിക്കുന്നു, കാറ്റടിപ്പിക്കുന്നു, മഞ്ഞുകാലം കൊണ്ടുവരുന്നു, വേനൽക്കാലം കൊണ്ടുവരുന്നു. അങ്ങനെ സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരുന്നു. അതുകൊണ്ട് ഒരു വർഷം പിന്നിട്ടു. സ്തോത്രം പറ. ആമേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആമേ എന്ത് ചെയ്യുന്നു? എന്തിനാ എഴുന്നേൽക്കുന്നത്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നട്ടലിൻ്റെ ബലം കൊണ്ടാണ്. ഈ പുറത്തെ സ്തോത്രം പറ. ദൈവം നമുക്ക് തന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക കേട്ടോ. ദൈവത്തിന് നന്ദി പറയുക. ആമേ. നമ്മുടെ ആരാധനയുടെ കുറവെന്നാന്ന് ചോദിച്ചാൽ ഒരുക്കത്തിൻ്റെ കുറവാണ്. നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടതുപോലെ നമ്മൾ ഒരുങ്ങിയിട്ടില്ല. പ്രാർത്ഥിക്കാൻ ആരും ഒരുങ്ങിയല്ല വന്നത്. സാക്ഷി പറയാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങിയല്ല വന്നത്. പാട്ട് പാടാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങിയല്ല. പാട്ട് പാടാൻ ഒരുങ്ങി വന്നിരുന്ന വീട്ടിൽ വെച്ച് അത് പഠിച്ചു വരുമായിരുന്നു. സ്തോത്രം. അതിവിടെ വന്നപ്പോൾ പാസ്റ്റർ പറഞ്ഞൊരു പാട്ട് ആ കൂടെ അങ്ങ് പാടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാക്ഷി പറയാൻ ഒരുങ്ങി വരുവാണെങ്കിൽ സമയം കിട്ടിയോടെ എഴുന്നേക്കും. അപ്പോൾ ഒരുക്കമില്ലാതാണ് നമ്മൾ ഇവിടെ വന്നെന്നുള്ളത് തെളിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. ഒരുക്കം വേണം. ഞാൻ എപ്പോഴും പറയും, ആരാധനയ്ക്ക് വേണ്ടത് ഒരുക്കമാണ്. ഒരുക്കം. ഞാനൊരു 3-4 പ്രാവശ്യം നിങ്ങൾക്കത് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. ഒരുക്കം. നമ്മൾ വിചാരിക്കുന്നത് യേശുക്രിസ്തു ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ചു. പുൽക്കൂട്ടിൽ ജനിച്ചെന്ന് ബൈബിളിലില്ല കേട്ടോ. പുൽക്കൂട്ടിൽ കിടത്തി എന്നേ ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ ജനിച്ചെന്നില്ല. ആമേ. അപ്പൊ യേശു ജനിച്ചത് പുൽക്കൂട്ടിലല്ല, അവിടെ കിടത്തി. ജനിച്ചത് പൊതുസ്ഥലത്താണെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ആമേ. കൊണ്ട കിടത്താനായിട്ട് പുൽക്കൂട് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനിച്ചത് എവിടെയോ പൊതുസ്ഥലത്താ. പല വാതിലും മുട്ടിയിട്ട് തുറന്നു കിട്ടിയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. യേശു പുൽക്കൂട്ടിൽ അത് തെറ്റാ. ആമേ. ചിന്തിച്ചോ? പക്ഷെ അതിൻ്റെ ശരിയായി നമ്മൾ ചിന്തിക്കുക. യേശു ലോകത്തിലേക്ക് വരുവാൻ ഒരു നൂറ്റാണ്ടുകളുടെ ഒരുക്കം നടന്നു. ആദ്യത്തെ ഒരുക്കം ഉൽപ്പത്തി 3:15 യേശുക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായി പിതാവ് നമുക്ക് വാഗ്ദത്തം ചെയ്തു. അതാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ്. ഇനി യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ ജനിക്കണം. ഈ ഭൂമിയിൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും ആമേ ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയും നോക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. ഞാൻ എന്നാളും പറഞ്ഞു, എന്നെ നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ സുന്ദരനായിട്ടല്ല, നമുക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല. പിന്നെ എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ നോക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് ആമേ നിങ്ങൾ നോക്കുമ്പോൾ കുറെ കൂടെ ശ്രദ്ധയോടെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ യേശുവിന് സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമി ജനിക്കണം. അതിനെന്തെല്ലാം വേണം? അതിനൊരു രാജ്യം വേണ്ടേ? നമ്മളൊക്കെ ജനിച്ച ഇന്ത്യ രാജ്യത്തല്ലേ. ഇനിയും അതിനൊരു മാതാവ് വേണ്ടേ? അതിനൊരു പിതാവ് വേണ്ടേ? സ്തോത്രം പറഞ്ഞ് ഒരമ്മ വേണം, ഒരപ്പം വേണം, ഒരു രാജ്യം വേണം. പിന്നെ എന്ത് ചെയ്യണം? അതിനൊരു വംശം വേണം. നമ്മളെല്ലാം ജനിച്ചത് ഏത് വംശത്തിലാ? ക്രിസ്തീയ വംശത്തിൽ. സ്തോത്രം പറഞ്ഞേ. ആമേ. അപ്പൊ അതിനൊരു വംശം വേണം. ഇനി അതിനൊരു ജാതി വേണ്ട. നമ്മളെല്ലാം ഓരോ ജാതിയിലാണ് ജനിച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ചിലർ എന്ത് ചെയ്തിരിക്കുന്നു? ആമേ. പ്രൈസ് ദി ലോർഡ്. ഓരോരോ മുസ്ലിം എന്ന ജാതിയില്, ക്രിസ്ത്യാനി എന്ന ജാതിയില്, ഇങ്ങനെ ഒരു ജാതി. അപ്പോൾ ഒരു ജാതി വേണ്ട ഇവിടെ? ഒരു ഒരു വംശത്തെ ഒരുക്കണം, ഒരു ജാതിയെ ഒരുക്കണം, ഒരു രാജ്യത്തെ ഒരുക്കി കൊണ്ടുവരണം, ഒരു മാതാവിനെ പിതാവിനെ ഒരുക്കണം. ഇത്രയും ഒരുക്കങ്ങൾ നടന്നെങ്കിലേ പുള്ളിക്ക് ഇങ്ങോട്ട് വരാനേ. അല്ലാതെ പുള്ളി ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പെട്ടെന്ന് വന്നതല്ല. സ്തോത്രം പറഞ്ഞ് ജനിക്കാൻ ഒരു രാജ്യം വേണം. ഒരു രാജ്യം വേണം. അതിന് കർത്താവ് എന്ത് ചെയ്തു? ഒരു രാജ്യം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കർത്താവ് നോഹയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യാൻ പറഞ്ഞു? പെറ്റു പെരുകി നിറയാൻ പറഞ്ഞു. 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ഉൽപ്പത്തി. ഉടനെ നോഹ പറഞ്ഞു,
അങ്ങനെ പെറ്റു പെരുകാൻ നിറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നിറയാൻ ദൈവം പറഞ്ഞ് നിറയാൻ പറഞ്ഞു, ലോകം പറഞ്ഞ് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞത്? കടകവിരുദ്ധം, ദൈവത്തിന്റെ ആലോചനയ്ക്ക്. 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നോഹയും മക്കളും കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷിനാർ ദേശത്തെത്തി. ഇന്നത്തെ ബാബിലോൺ, പുരാതന ബാബിലോൺ, ഇന്നത്തെ ഇറാഖാണ് കേട്ടോ. അന്ന് ആ ദേശത്തിന്റെ പേര് ഷിനാർ ദേശമെന്നാണ്. അവിടെ എത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ലോകത്തെല്ലാം നിറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ തന്നെ ഒരു പേരും ഒരു അഡ്രസ്സും ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ താമസിക്കും. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതിക്ക് ഈ മനുഷ്യൻ കടകവിരുദ്ധമായി. ദൈവം ഭൂമിയെ നിറച്ചെടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി എന്ത് ചെയ്തു? ദൈവത്തിന്റെ പദ്ധതിക്ക് കടകവിരുദ്ധം യാത്ര ചെയ്തു. ഉടനെ ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അബ്രാഹാമിനെ വിളിച്ച് രണ്ടാമത്. ലിലിയ പറഞ്ഞേ, രണ്ടാമത് അബ്രാഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. സ്തോത്രം. എന്നിട്ട് അബ്രാഹാമിനെ വിളിച്ചിട്ട് ഒരു വലിയ ജാതിയാക്കാൻ പോവുക. അന്നേരത്തിന് ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കത്തില്ല. സാറ. ഉടനെ ദൈവം എന്ത് ചെയ്തെന്ന് ചോദിച്ചാല് സാറായ്ക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. സാറ പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ. സ്തോത്രം. ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. എന്നിട്ട് ആ മകന് കർത്താവ് 2 മക്കളെ കൊടുത്തു. അതാണ് ഏശാവും യാക്കോവും. സ്തോത്രം. എന്നിട്ട് അതിന് യാക്കോവിനെ മാറ്റി നിർത്തിയിട്ട് 12 മക്കളെ കൊടുത്തു. 12 മക്കളെ കൊടുത്തിട്ട് ആ 12 മക്കളെ പിന്നെ അനുഗ്രഹിച്ച് ജാതിയാക്കി, വംശമാക്കി, രാജ്യമാക്കി. അങ്ങനെ പുള്ളിക്ക് ജനിക്കാൻ ഒരു രാജ്യം ഉണ്ടാക്കിയെടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. യേശുക്രിസ്തുവിന് ജനിക്കാന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പൊ കർത്താവ് ഉണ്ടാക്കിയെടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. എത്ര വർഷം കൊണ്ടാ? ഇനി അവള് നോക്കിക്കുക, എന്റെ കണക്കൊണ്ട് നോക്കിക്കേ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം എടുത്തിട്ട് താഴോട്ടൊന്ന് വായിച്ചാട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി. കണ്ടോ വാക്യം? കണ്ടോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് കാലസമ്പൂർണത വന്നപ്പോൾ അടിവരയുടെ അപ്പോ കർത്താവിന് ഒരു കാലഘട്ടമെടുത്തു, വലിയൊരു കാലഘട്ടമെടുത്തു. എന്തിന്? ഇത്രയും ഒരുക്കാൻ, എത്ര ഒരുക്കാൻ? ഒരു രാജ്യം ഒരുക്കി കൊണ്ടുവരാൻ. സ്തോത്രം പറഞ്ഞ് ഒരു വലിയ കാലഘട്ടം എടുത്തു. 33:15 അത് തുടങ്ങി. സ്തോത്രം പറഞ്ഞ് അങ്ങനെ ആ 3:15 യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കാൻ വേണ്ടി ഒരു ജാതിയെ ഒരുക്കുവാൻ, ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടുവരാൻ വേണ്ടി, ഒരു വംശത്തെ ഒരുക്കിക്കൊണ്ടുവരാൻ വേണ്ടി, ഒരു മാതാവിനെയും പിതാവിനെയും ഒരുക്കിക്കൊണ്ട് വരാൻ വേണ്ടി കർത്താവ് പദ്ധതി ആരംഭിച്ചപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ഒരുക്കിയെടുക്കാൻ ഒരാളെ ഉള്ളൂ, ആബേല്. അദ്ദേഹത്തെ എന്ത് ചെയ്തു? ചേട്ടൻ കൊണ്ട് അങ്ങ് കൊന്നു. ഇനി എന്ത് ചെയ്യും? ഉടനെ കർത്താവ് എന്ത് ചെയ്തു? ഹാബേലിന് പകരം രണ്ടാമതൊരു മകനെ കൊടുത്തു. ആ മകനിൽ നിന്ന് ഒരു തലമുറ വന്ന്, അദ്ദേഹത്തിന്റെ പേരാണ് ഷേത്ത്. സ്തോത്രം പറഞ്ഞേ. ആ ഷേത്തിന്റെ തലമുറയിൽ നിന്ന് ഒരു ഹാനോക്കിന് ദൈവം വേർതിരിച്ചെടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. ആ ഹാനോക്കിൽ നിന്ന് ഒരു നോഹയെ എടുത്തു. നോഹ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അബ്രാഹാമിനെ എടുത്തു. നോക്ക് ഇപ്പൊ വർഷം എത്രയായി ഇപ്പം? ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയും ഒരുക്കങ്ങൾ നടന്നു. ഇപ്പൊ ഒരു രാജ്യം ഒരുക്കിയെടുത്തു. ഇസ്രായേൽ എന്ന് ഒരു രാജ്യം ഉണ്ടായി. ഇനി കർത്താവിന് ജനിക്കാനായിട്ട് അവിടെ ഒരു കുടുംബത്തെ ഒരുക്കണം. ഒരു മാതാവും പിതാവും വേണ്ടേ? അതിന് ദൈവത്തിന്റെ ദൂതനെ യോസഫിന്റെ അടുക്കലോട്ട് വിട്ടു. യോസഫിന്റെ അടുക്കൽ ചെന്നിട്ട് യോസഫിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, മറിയ ഗർഭിണിയാണ്, നീ അവളെ ചേർത്ത് കൊള്ളണം, അവിടെ ഉള്ളിൽ വിശുദ്ധ പ്രജയാണ് എന്ന് പറഞ്ഞ് യോസഫിനെ ഒരുക്കിയതിന് ശേഷം നേരെ മറിയത്തിന്റെ അടുക്കലോട്ട് പോയി.
മറിയത്തിന്റെ അടുക്കൽ ചെന്നിട്ട് മറിയാനെ ഒരുക്കി. മറിയോട് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നിന്റെ ഉദരത്തിൽ ഒരു വിശുദ്ധ പ്രജ ജനിക്കും. അങ്ങനെ മറിയേനെ ഒരുക്കി, യോസഫിനെ ഒരുക്കി. സ്തോത്രം പറഞ്ഞേ. ഇതിനു മുൻപ് എന്ത് ചെയ്തു? ഇതിനു മുമ്പ് യേശുവിന് വേണ്ടി വഴി ഒരുക്കാൻ വേണ്ടി ഒരു യോഹന്നാൻ വേണം. അതിനു വേണ്ടി പ്രസവിക്കാത്ത യോഹന്നാന്റെ അമ്മയാണ് എലിസബത്ത്. എലിസബത്തിനെ വാർദ്ധക്യത്തിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ദൂതൻ എലിസബത്തിന്റെ സെക്കരിയാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, സെക്കരിയാവേ, നിനക്ക് എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുമാണ്, 6 മാസം ഗർഭിണിയാന്ന് പറഞ്ഞ് അവന്റെ പേര് യോഹന്നാൻ. അവൻ യേശുവിന് വഴിയൊരുക്കും. അങ്ങനെ യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടി ഒരു യോഹന്നാൻ വേണം. അതിനു വേണ്ടി ഒരു എലിസബത്തിനെ ഒരുക്കി, സെക്കരിയാവിനെ ഒരുക്കി. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ദൂതൻ ചെന്ന് യോസഫിനെ ഒരുക്കി. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ദൂതൻ ചെന്ന് മറിയത്തെ ഒരുക്കി. ഇത്രയും ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ബേഥലഹേമിലെ പുൽക്കൂട്ടിൽ യേശു കിടക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും ഒരുക്കങ്ങൾ നടന്നതിന് ശേഷമാണ് യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് യേശു പ്രവേശിക്കണമെങ്കിൽ വലിയൊരു ഒരുക്കം ആവശ്യമാണ്. സ്തോത്രം പറ. ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടോ, അബ്രാഹാമിനെ ഒരുക്കി എടുത്തിട്ട് സാറായെ ഒരുക്കിയപ്പോൾ മക്കളുണ്ടാകത്തില്ല. പിന്നൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ തെരഞ്ഞെടുത്ത് 2 ആക്കി. ആ 2-ന് 12 മക്കളെ കൊടുത്ത് ആ 12 മക്കളെ ഒരുക്കി, ജാതിയാക്കി, വംശമാക്കി, രാജ്യമാക്കി. ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയും ഒരുക്കങ്ങൾ നടന്നതിന് ശേഷം പിന്നെ ദൈവത്തിന്റെ ദൂതനെ മറിയത്തിന്റെ അടുക്ക വിട്ടിട്ട് ദൈവത്തിന്റെ ദൂതൻ മറിയത്തെ ഒരുക്കി. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നിന്റെ ഉള്ളിൽ അത്യുന്നതന്റെ പ്രജ ജനിക്കുമെന്ന് പറഞ്ഞ് മറിയത്തെ ഒരുക്കിയച്ച് അതേ ദൂതൻ എങ്ങോട്ട് പോയി? യോസഫിന്റെ അടുക്ക പോയി. യോസഫിന്റെ അടുക്കിൽ ചെന്ന് രാത്രിയിൽ യോസഫിനെ സ്വപ്നത്തിൽ എന്ത് ചെയ്തു? അതേ ദൂതൻ യോസഫിനെ ഒരുക്കിയെടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. യോസഫിനെ ഒരുക്കി. അതിനു മുൻപ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ ദൂതൻ ദേവാലയത്തിൽ പോയി യേശുവിന് വഴി ഒരുക്കാൻ വേണ്ടി, യോഹന്നാൻ ജനിക്കാൻ വേണ്ടി സെക്കരിയാവിനെ ഒരുക്കി. സെക്കരിയാവിനോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന എന്ത് ചെയ്തിരിക്കുന്നു? സ്വർഗത്തിൽ എത്തിയെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് എലിസബത്തിനെ ഒരുക്കി. ഇത്രയും ഒരുക്കങ്ങൾക്ക് ശേഷമായി യേശു വന്നത്. അതുകൊണ്ട് കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്തോത്രം പറയാൻ ഒരുങ്ങി വരാൻ മേലെങ്കിൽ ആരാധനയ്ക്ക് എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയേ വരാവുള്ളൂ. കൈയടിക്കാൻ ഒരുങ്ങിയേ വരാവുള്ളൂ. ഹല്ലേലൂയ പറയാൻ ഒരുങ്ങിയേ വരാവുള്ളൂ. പാട്ട് പാടാൻ ഒരുങ്ങിയേ വരാവുള്ളൂ. സാക്ഷി പറയാൻ ഒരുങ്ങിയേ വരാവുള്ളൂ. ഒരുക്കമില്ലാത്തതൊന്നും ആരാധനയല്ല. ഇനി ആ വാക്യം വായിച്ചേ. ലൂക്കോസ് 1:17 വായിച്ചാട്ടെ. ലൂക്കോസ് 1:17 വേഗം വായിരേ. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ. ആരാണ് ഒരുക്കാൻ വരുന്നത്? യോഹന്നാൻ വഴിയൊരുക്കാൻ വരിക. യോഹന്നാൻ ഒരുക്കുന്ന ആരെയാ ഒരുക്കുന്ന? യോഹന്നാൻ ഏത് വഴിയാ ഒരുക്കുന്നത്? അവിടെ വായിച്ചു കേട്ടോ. ഒരുക്കമുള്ള ജനത്തെ വീണ്ടും ഒരുക്കാൻ. ഒന്നുകൂടെ വായിച്ച 17-ാമത്തെ വാക്യം. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി. ഒരുക്കമുള്ള ജനത്തെ വീണ്ടും ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നമ്മുടെ ഒരുക്കം ശരിയല്ല, നമ്മുടെ ഒരുക്കം പൂർണ്ണമല്ല. നമ്മുടെ ഒരുക്കം പൂർണ്ണമാണെങ്കിൽ ഒരുക്കമുള്ള ജനത്തെ വീണ്ടും ഒരുക്കണോ? ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ട് കുഞ്ഞെ, പലപ്പോഴും നമ്മുടെ ഒരുക്കങ്ങൾ പൂർണ്ണമല്ല. അതുകൊണ്ടാണ് വീണ്ടും ഏലിയാവിന്റെ ആത്മാവോട് കൂടി യേശു ഈ ലോകത്തിൽ പ്രവേശിക്കുവാൻ വഴിയൊരുക്കുവാൻ യോഹന്നാനെ ദൈവം ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആരാധനയ്ക്ക് ഒരുക്കുക. തലേ ദിവസമേ പ്രാർത്ഥിക്കാൻ ഒരുങ്ങി കിടന്നുറങ്ങാവുള്ളൂ. വ്യാഴാഴ്ച വൈകിട്ട് കേട്ടോ. തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കണം. എല്ലാം കൃത്യമായി ഒരുക്കിക്കൊണ്ട് ആരാധനയ്ക്ക് വരാവുള്ളൂ. ഒരുക്കം ആരാധനയ്ക്ക് ആവശ്യമാണ്. നിങ്ങൾ കണ്ടല്ലോ, കാലത്തിന്റെ സമ്പൂർണത
വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി യേശു ക്രിസ്തു. എന്തുകൊണ്ടാ? വലിയൊരു കാലഘട്ടം എടുത്തു യേശുവിന് ജനിക്കാൻ. ഒരു രാജ്യം ഉണ്ടാക്കാൻ എത്ര നൂറ്റാണ്ട് ദൈവം എടുത്തെന്നറിയാവോ? ഒരു രാജ്യം ഉണ്ടാക്കണ്ടേ? ആ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം സ്റ്റാർട്ടിങ്ങിൽ ആരംഭിച്ചത്. ഹാബേലിന് കിട്ടുകയില്ല, കാരണം കായിൻ കൊന്നു കഴിഞ്ഞു. പിന്നെ ദൈവത്തെ ആരാധിക്കുന്ന തലമുറ ഇല്ല. അതുകൊണ്ട് രണ്ടാമത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറയെ ദൈവം ഈ ഭൂമിയിൽ കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്നൊരു കൊച്ചുമകനെയാണ് ഏനേഷിന്റെ കാലത്ത് ആരാധന ആരംഭിച്ചുകൊണ്ട് ആരാധനിക്കുന്ന ഒരു സമൂഹത്തെ ഒരുക്കിക്കൊണ്ട് അതിനകത്തുനിന്ന് ഒരു ഹാനോക്കിനെ വേർതിരിക്കുക. ആ ഹാനോക്കിനെ വേർതിരിച്ചിട്ട് ഹാനോക്ക് 400 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തോടു കൂടെ ചേർന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരുക്കത്തിന് വേണ്ടി അത് കഴിഞ്ഞപ്പോഴാണ് നോഹേനെ വിളിക്കുന്നത്. നോഹേനെ വിളിച്ചപ്പോൾ ആ മനുഷ്യൻ കിഴക്കോട്ട് യാത്ര ചെയ്ത് കുടുംബമായിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ അബ്രാഹാമിനെ വിളിക്കുന്നത്. അബ്രാഹാമിനെ വിളിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു? മകനെ കൊടുത്ത മകനെ ഒരുക്കി, 2 ആക്കി, 2 ഒരുക്കി, 12 ആക്കി, 12 ഒരുക്കി രാജ്യമാക്കി. 12 ഗോത്രപിതാക്കന്മാരുടെ മക്കളാണ് ഇസ്രയേൽ രാജ്യം. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ ഒരു രാജ്യത്തെ ഒരുക്കി, ഒരു ജാതി ഒരുക്കി, ഒരു വംശം ഒരുക്കി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു കുടുംബം വേണം, ഒരപ്പനും അമ്മയും വേണം. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ദൂതൻ മറിയത്തിന്റെയും യോസഫിന്റെയും അടുക്ക വന്ന് എന്ത് ചെയ്തു? അവരെ ഒരുക്കി. അത് കഴിയുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കാൻ എന്ത് ചെയ്യണം? ഒരു വ്യക്തി വേണം. അതിനാണ് പ്രസവിക്കാത്ത എലിസബത്തിന് വാർദ്ധക്യത്തിൽ ഒരു മകനെ കൊടുത്തു. ദൈവത്തിന്റെ ദൂതൻ ദേവാലയത്തിൽ വന്ന് സെക്കരിയാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്കരിയാവിനോട് എന്ത് ചെയ്തു? വിളിച്ചിട്ട് പറഞ്ഞു, എലിസബത്ത് ഗർഭിണിയാണ്, ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അത് യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടിയുള്ള യോഹന്നാനാണ്. അങ്ങനെ എലിസബത്തിനെ ഒരുക്കി, യോഹന്നാനെ ഒരുക്കി. ആമേൻ, പ്രൈസ്. എത്ര ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ബേതലഹേമിലെ പുൽക്കൂട്ടിൽ യേശു കിടക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പോകുന്നതിന് മുമ്പ് ആരാധിക്കാൻ ഒരുക്കത്തോടെ നീ ഇരിക്കണം. സ്തോത്രം പറഞ്ഞേ. ഒരുക്കമില്ലാതെ എന്ത് ചെയ്യരുത്? ദൈവസന്നിധി നമ്മൾ ആയിരിക്കരുത്. നമ്മുടെ ജീവിതത്തെ ഒരുക്കി കൊടുക്കുക. നമ്മുടെ ശരീരം, റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ആരാധനയ്ക്ക് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുക. കൈയടിച്ച് ആരാധിക്കുവാൻ, സ്തോത്രം പറയാൻ നാക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ നാവിനെയും വായും സമർപ്പിക്കുക. കൈയടിക്കാൻ നമ്മുടെ കരം സമർപ്പിക്കുക. ആത്മാവിൽ ആരാധിക്കാൻ നമ്മുടെ ശരീരം വിട്ടുകൊടുക്കുക. അങ്ങനെ റോമാലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. കയ്യൊന്നടിച്ചേ. അത് ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാ. നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാൻ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. ശരീരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കുക കേട്ടോ. ആത്മാവിൽ ആരാധിക്കാൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു കേട്ടോ. ഒരു 100 വട്ടം പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു. ആത്മാവിലെ ഇതെന്തുവാ? ശരീരം. ഇതെന്തിനാ? ജോലി ചെയ്യാൻ, ഇവിടെ ജീവിക്കാൻ, ഈ ഭൂമിയിൽ ബന്ധപ്പെടാൻ. മനസ്സിലായോ? ഈ ഭൂമിയിൽ ബന്ധപ്പെടാൻ ശരീരം, ഇവിടെ ജോലി ചെയ്യാൻ. ഇതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞ വെളുപ്പിന് എഴുന്നേറ്റ് ഈ തണുപ്പ് കൊണ്ട് പോകുന്നത്. ഇതിന് വല്ലതും കൊടുക്കണ്ടേ? സ്തോത്രം പറഞ്ഞേ. ഇതിന് സ്പ്രേ വേണം അല്ലേ? സ്പ്രേ വേണം, നല്ല ചുരിദാർ വേണം, നല്ല പാൻറ് വേണം. അല്ലേ? ചിക്കനും മട്ടനും ചെന്നില്ലെങ്കിൽ ചിലർക്ക് പിടിക്കത്തേ ഇല്ല. കൊടുക്കണ്ടേ? ഇല്ലാത്ത ഗാഠം മേടിച്ചു കൊടുക്കും. പ്രൈസ് അലോഡ്. എന്ത് ചെയ്തു? അതിനായി വെളുപ്പിന് നമ്മൾ ഓടുന്നത്. ആത്മാവിന് സ്പ്രേയുടെ ആവശ്യമൊന്നുമില്ല. അതിന് ചിക്കൻ ഒന്നും വേണ്ട. ആമേ. അപ്പം ശരീരം ഇവിടെ ജോലിയൊക്കെ ചെയ്യാനും ബന്ധപ്പെടാനും. ഇതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ടോ? ബാക്കിയൊന്ന് പറയാവോ? എഗസ്കിയേൽ 16:49. ഇത്ര മാത്രം പറഞ്ഞാൽ നിങ്ങൾ ഈ ഓർത്തിരിക്കലത്തിന്റെ കാര്യം എന്താ? എഗസ്കിയേൽ 16:49. ഇതിന്റെ ദോഷം നിങ്ങൾ വായിച്ചു. സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർഭവും തീൻപുളിപ്പും നിർഭയ സ്വരവും. തീം പൊളപ്പ് വെച്ച് കേട്ടോ. ഒന്നിനെ വായിച്ചേ.
നിന്റെ സഹോദരിയായ സോദാമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും. ഇതാ സോതോംകാരുടെ സോക്കേട്. ആണുങ്ങളും തമ്മിൽ കല്യാണം കഴിച്ച കാര്യം പറഞ്ഞു കേട്ടോ, തീറ്റി കുത്തിയിട്ടാണ്. തീൻ പൊളപ്പ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഒത്തിരി ചിക്കൻ കൊടുക്കണ്ട. ഇതങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കുത്തും. തീറ്റിക്കുത്തലും പറഞ്ഞൊരു സാധനമുണ്ട്, മനസ്സിലായോ? അതങ്ങോട്ട് ഇളകും. അതുകൊണ്ട് ചെറിയൊരു കുക്കുത് പോലെ പയറുകറിയൊക്കെ കൊടുത്ത് ഒതുക്കി കിട്ടും, മനസ്സിലായോ? ഇത് പൊളപ്പ് കയറിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലാത്ത പണി മൊത്തം അപ്പൊ ഇതിന് തീറ്റിപ്പൊളപ്പെന്നും പറഞ്ഞൊരു അസുഖമുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിന് കൂടുതൽ സുഖം കൊടുക്കരുത്. കൊടുത്താൽ ആവശ്യമില്ലാത്ത എല്ലാം ഇത് ചെയ്യും. സുഖം കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് ആവശ്യമില്ലാത്ത ഇത് ചെയ്യും. അതുകൊണ്ട് ഇതിന് വലിയ സുഖം കൊടുക്കാതെ ആവശ്യത്തിലുള്ളത് മാത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒത്തിരി ഉറക്കരുത്. ചിലർ 16 മണിക്കൂറൊക്കെ ഇതിനെ ഉറക്കും. അങ്ങനെ ഒത്തിരി ഉറക്കണ്ട. കാര്യമായിട്ട് ഉറക്കവും കാര്യമായിട്ടുള്ള രീതിയൊക്കെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ സ്വഭാവം മാറും കേട്ടോ. ഓക്കെ. തീൻ പൊളപ്പ്. സോദോമിലെ പാപത്തിന്റെ ഏറ്റവും വലിയ കാരണം തീറ്റിക്കുത്തായിരുന്നു. പാവം ചെയ്യും. അപ്പൊ ശരീരം ഇവിടെ ബന്ധപ്പെടാനാണ്. ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്, മനസ്സ്. അതെന്തിനുള്ളതാ? അത് 2 കാര്യത്തിനാ കേട്ടോ. ആരും ചിരിക്കുമൊന്നും വെച്ചേണ്ട കേട്ടോ. പ്രൈസല്ലോ. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ, എന്തിനാ മനസ്സേ? മനസ്സേ കള്ളത്തരങ്ങൾ സൂക്ഷിക്കാൻ. അല്ലേലിയ പറഞ്ഞ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും എല്ലാം മനസ്സിലാ. അതുപോലെ എന്തിനാന്നറിയോ? മനസ്സ് വൈരാഗ്യം സൂക്ഷിക്കാൻ, പിണക്ക് വെച്ചോണ്ടിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ചിലര് 10ഉം 15ഉം വർഷമായിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധനയ്ക്ക് വരുമ്പോഴല്ലേ ഇതിനകത്ത് കള്ളത്തരങ്ങൾ സൂക്ഷിക്കാനും വൈരാഗ്യവും വാശിയും തട്ടിപ്പും വെട്ടിപ്പും അതൊക്കെ വെക്കുന്ന സ്ഥലമാണ് മനസ്സ്. സ്തോത്രം. അത് മാനസിക മണ്ഡലം അതിനുള്ളതാണ്. രണ്ടാമത്തത്, മനസ്സ് എന്തിനാന്ന് ചോദിച്ചാൽ സ്നേഹിക്കാനുള്ളതാണ്. നിങ്ങളുടെ ഭാര്യയെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നത് കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നത് മനസ്സുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ മനസ്സ് മാനസിക മണ്ഡലവുമായി ബന്ധപ്പെടാൻ, ശരീരം ഇവിടെ ബന്ധപ്പെടാൻ, ഇതിനകത്ത് വേറെ ഒന്നുണ്ട്. അതിന്റെ പേര് ആത്മാവ്. അത് ദൈവത്തിന് ബന്ധപ്പെടാനാ. ഹല്ലേലൂയ പറഞ്ഞേ. അത് ദൈവത്തിന് നിങ്ങളോട് ഇടപെടാൻ വേണ്ടിയുള്ള സ്ഥലമാ. ആ ആത്മാവില്ല. ആ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ലാതിരിക്കുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങളോട് ബന്ധപ്പെടാത്തത്. ചെറിയൊരുക്കത്തില് ഞങ്ങൾ ഇന്ന് വരെ ദൈവശബ്ദം കേട്ടില്ല. കേൾക്കത്തില്ല. കാരണം നിന്റെ അകത്തിരിക്കുന്ന സാധനം ജീവൻ വെക്കാത്തത്രയും കാലം നീ ദൈവശബ്ദം കേൾക്കത്തുമില്ല, ദൈവദർശനം കാണത്തുമില്ല, ദൈവികമായ ശബ്ദവും കേൾക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ? കാരണം ദൈവം സംസാരിക്കുന്നത് ആത്മാവിലാണ്, ദൈവം ഇറങ്ങി വരുന്നത് ആത്മാവിലാണ്, ദൈവം ഇടപെടുന്നത് ആത്മാവിലാണ്. 40 വർഷം ഇവിടെ ദൈവത്തെ ആരാധിച്ചാലും ദൈവശബ്ദം കേൾക്കില്ല. കാരണം അകത്തെ ആത്മാവ് ശക്തമാകാതെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിയുകയില്ല. അത് ദൈവത്തിന് ഇടപെടാൻ വെച്ചേക്കുന്ന സ്ഥലമാണ്. ശരീരത്തിന്റെ അകത്ത് മനസ്സ്, മനസ്സിന്റെ അകത്ത് ആത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുക കേട്ടോ. ഈ ആരാധന പറയാൻ പോവാ. ആമേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവിലെ ആരാധിക്കുക. സ്തോത്രം. ശരീരത്തിന് വേണ്ടതെല്ലാം കൊടുക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ നല്ലപോലെ കുളിപ്പിച്ച്, എവിടെയെങ്കിലും പോകാൻ നേരത്തെ നല്ലപോലെ കുളിപ്പിച്ച്, നല്ല ഏറ്റവും നല്ല പാൻറ്റും നല്ല ചുരിദാറും ഒക്കെ ഇട്ടിട്ട് പൗഡറും ഒക്കെ തേപ്പിച്ച് സ്പ്രേ ഒക്കെ അടിപ്പിച്ച് ഈ സാധനത്തെ കൊണ്ടിങ്ങനെ നടക്കുന്നത്. അതുപോലെ മനസ്സിന് വേണ്ടതെല്ലാം കൊടുക്കും. മനസ്സിന് പ്രയാസം വന്നുടനെ എന്ത് ചെയ്യുന്നു? അതേ മൊബൈൽ എടുക്കുന്നു, നല്ല പാട്ട് കേൾക്കുന്നു, നമ്മൾ ഫിലിമുകളൊക്കെ കാണുന്നു. അങ്ങനെ മനസ്സിന് വേണ്ടത് കൊടുക്കും. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, മൂന്നാമത്തത്, ആത്മാവിന് വേണ്ടത് കൊടുക്കുന്നുണ്ടോ? അതിന് ഇവിടുത്തെ ചിക്കനും മത്തിയൊന്നും അതിന് വേണ്ട. സ്തോത്രം പറഞ്ഞേ. അതിന് ചിക്കനും മത്തിയൊന്നും വേണ്ട.
അതിന് വേണ്ടത് കുഞ്ഞെ പ്രാർത്ഥനയാണ്, അതിന് വേണ്ടത് വചനമാണ്, അതിന് വേണ്ടത് ആരാധനയാണ്. ഇത് ചെല്ലാത്തത്രയും കാലം അത് ശക്തിപ്പെടുകയില്ല. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി മാറുന്നെങ്കിൽ മാത്രമേ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് ശക്തിപ്പെടത്തുള്ളൂ. പെന്തക്കോസിൽ ചേർന്നാൽ അത് ശക്തിപ്പെടുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഞാൻ ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞു, പെന്തക്കോസിൽ ആരും ചേരണ്ട. പെന്തക്കോസ് എന്ന് പറയുന്നത് ഒരനുഭവമാണ്. അതിലേക്ക് ചേരുക, എല്ലാവരും നമ്മളിലേക്ക് വരിക. പെന്തക്കോസ് എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആരും ചേർന്നില്ല, അത് അവരിലേക്ക് വരിക ചെയ്തത്. ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ മനസ്സിലായല്ലോ. എന്ത് കൊടുക്കണം? ആത്മാവിന്റെ ആഹാരം കൊടുക്കണം. ഡെയിലി ബൈബിള് വായിക്കണം, ഡെയിലി പ്രാർത്ഥിക്കണം, ഡെയിലി വചനം ധ്യാനിക്കണം, ഡെയിലി ദൈവശബ്ദത്തിൽ മുട്ടുമടക്കണം. അങ്ങനെ ഓരോ ദിവസവും നീ പതിവായിട്ടൊന്ന് ചെയ്തു തുടങ്ങിക്ക്, നിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് അനങ്ങാൻ തുടങ്ങും. സ്തോത്രം. അത് ചലിക്കാൻ തുടങ്ങും, അത് ശക്തിപ്പെടാൻ തുടങ്ങും. അങ്ങനെയാണ് ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിൽ നിന്ന് ഹല്ലേലൂയ പറയണം. ഇത് ആത്മാവിൽ ഒന്നുമില്ല, ആത്മാവിൽ ഇങ്ങനെ ചത്തിരിക്കുക. പിന്നെ പാഷ നിർബന്ധിക്കുമ്പോ എന്നാ ഒരു സ്തോത്രം പറഞ്ഞേക്കാം. സ്തോത്രം. പിന്നെ ഈ വണ്ടിക്കാരൊക്കെ പറഞ്ഞ പാം 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 അല്ലെ, നാട്ടിലൊക്കെ വല്ലടിച്ചു കൊടുക്കാൻ വേണ്ടി പാം പാം ഭാഷ പറയുമ്പോ ആ സ്തോത്രം അല്ലേ, പിന്നെ സ്തോത്രം. അകത്തെ സാധനമൊന്നും ദൈവം ആത്മാവാ. ആത്മാവായ ദൈവം നമ്മുടെ ആത്മാവിൽ ഇറങ്ങി വരും, നമ്മുടെ അകത്തെ ആത്മാവിൽ ഇറങ്ങി വരും. എന്നിട്ട് നമ്മുടെ ആത്മാവും ദൈവാത്മാവും കൂടെ കൂടി സ്തുതിക്കുന്നതിന്റെ പേരാണ് ആരാധന. അതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ. ഹല്ലേലൂയ പറഞ്ഞേ. 2025 കടക്കുമ്പോൾ മാറ്റങ്ങൾ വരട്ടെ. ചെറിയ സംഭരണി, എത്താ 5 അപ്പം. അതെന്ത് ചെയ്തു? യേശു അത് കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചു. 15,000 പേര് കഴിച്ചിട്ട് 12 കൊട്ട അത് ബാക്കി വന്നു. സ്തോത്രം. ശിഷ്യന്മാർക്ക് യേശു കൊടുത്തു. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? എന്ത് പഠിച്ചു? ഇവിടെ പഠിച്ചത് ചെറിയ സംഭരണി കർത്താവ് അതിനെ വലുതാക്കി. എത്ര 5 അപ്പം എത്ര പേര് കഴിക്കും? 2 പേര്. 2 പേര് കഴിക്കേണ്ടതിന് എത്ര പേര് കഴിച്ചു? 15,000 പേര് കഴിച്ചിട്ട് 12 കൊട്ട ബാക്കി വരത്തക്ക നിലയിൽ കർത്താവ് അതിനെ വലുതാക്കി. ഹല്ലേലൂയ പറഞ്ഞേ. 2025 നിന്റെ ചെറിയ വരുമാനത്തെ വലുതാക്കി മാറ്റാൻ കർത്താവിന് സ്തോത്രം. വലുതാക്കി മാറ്റാൻ കർത്താവിനെ. ഇപ്പൊ കിട്ടുന്ന നിന്റെ ചെറിയ വരുമാനത്തെ, ഞാനിവിടെ വരുമ്പോൾ എനിക്ക് കിട്ടിയത് 60 ദിനാറാ. 26 വർഷത്തിന് പുറയിൽ, 27 വർഷത്തിന് പുറയിൽ ആ 60 ദിനാറിനെ ദൈവം വലുതാക്കി. ഹല്ലേലൂയ പറഞ്ഞേ. അനേകം മടങ്ങ് അതിനെ വർദ്ധിപ്പിച്ചു. ആമേൻ. സ്തോത്രം. അപ്പോ ചെറിയ വരുമാനം ഒന്ന് വലുതാകണ്ടേ? ചെറുതെല്ലാം ഒന്ന് വലുതാകണ്ടേ? ചെറിയ സംഭരണിക്ക് ഒരു മാറ്റം വരണ്ടേ? നമ്മുടെ ചെറിയ ചെറിയ നന്മകൾ വലുതാകണ്ടേ? ആമേൻ. നിങ്ങൾ നോക്കിക്കേ, ആദ്യമേ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ ഇരുന്നു? കൈപ്പത്തിയുടെ വലിപ്പമുള്ള മേഘമല്ലേ വന്നത്? ആമേ. കുറെ കഴിഞ്ഞപ്പോഴോ അതൊരു വലിയ മഴക്കാറായി മാറിയില്ലേ? ഒന്നുകൂടെ പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമായി മാറി. ആ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു? അത് മാറണ്ടേ നിങ്ങളുടേത്? ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. തീരുമാനം എടുക്കാൻ തയ്യാറാണോ? ആണോ? ആമേ. തീരുമാനിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും. യേശു അത് കയ്യിലെടുത്തു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിലേ ചെറുത് വലുതാകത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. യേശു പ്രാർത്ഥിക്കുന്നതിന് മുൻപ് വരെ അത് ചെറുതായിരുന്നു. യേശു അതിനെ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അത് വലുതായി. അതുകൊണ്ട് 2025 ആമേ ചില ദിവസങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ആണോ? ഞാൻ അതാ ഫസ്റ്റിലെ ചോദിച്ചത്.
തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മെസ്സേജ് പറഞ്ഞത്. തയ്യാറാണെങ്കിൽ ആ ചെറിയ സംഭരണി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അത് വലുതായി മാറും. ഹല്ലേലൂയ പറഞ്ഞേ. വെറും 5 അപ്പമായിരുന്നത് 10,000-കണക്കിന് ആളുകൾ കഴിച്ച് അത് മീതി വരത്തക്ക നിലയിൽ വലുതായത് യേശു അതിനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവവൈതലേ, നിന്റെ ജോലിക്ക് വേണ്ടി നിന്റെ വരുമാനത്തെ എല്ലാം വെച്ചുകൊണ്ട് പ്രത്യേക തീരുമാനമെടുത്ത് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് വലുതാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവ് കൊണ്ടും മിടുക്കൊണ്ടും ഒന്നും ഇത് വലുതാകത്തില്ല. അതുപോലെ നിങ്ങൾ നോക്കിക്കേ, കൈപ്പത്തി പോലെ വന്ന മേഘം. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു, 7 വട്ടം പ്രാർത്ഥിച്ചു. 7ാമത്തെ പ്രാവശ്യം പറഞ്ഞു, നീ ഒന്നുകൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞു. പോയി നോക്കാൻ പറഞ്ഞു. ഒന്നുമില്ലായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ ഒന്നുമില്ലായിരുന്നു. 7ാമത്തെ പ്രാവശ്യം നോക്കിയപ്പോ പറഞ്ഞു, യജമാനെ, ഒരു ചെറിയ കൈപ്പത്തി പോലെ വിടുതൽ വരുന്നുണ്ട് കേട്ടോ, മഴക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അതൊരു വലിയ മഴക്കാറായി. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവവൈതലേ, തീരുമാനമെടുത്തു. ചില ദിവസങ്ങൾ പ്രത്യേകം നീ പ്രാർത്ഥിക്കണം. 2025 ചെറിയ സംഭരണികൾ വലുതാകാൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഏലിയാവ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ ചെറിയ മേഘം വലുതായി. 3 വർഷവും 6 മാസവും മഴ പെയ്യാത്ത രാജ്യത്ത് വലിയ മഴയും വലിയ വിടുതലും അന്നുണ്ടായി. സ്തോത്രം. അതിന്റെ ആരംഭം ഒരു ചെറിയ കൈപ്പത്തി പോലൊരു മേഘമായി. എന്നാൽ ദൈവത്തിന്റെ ഭക്തൻ മുട്ടുമടക്കി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അത് വലിയ മഴക്കാറായി മാറി. സ്തോത്രം പറഞ്ഞേ. ഒരു ബാലന്റെ കയ്യിലിരുന്ന 5 അപ്പമായിരുന്നു. യേശു അത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അതൊരു വലിയ സംഭരണിയായി മാറി. അതുകൊണ്ട് ജനുവരി മാസത്തിൽ ചില ദിവസങ്ങൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ ചെറിയ ചെറിയ സംഭരണികൾ പ്രാർത്ഥനയുടെ ശക്തി അതിനെ വലുതാക്കി മാറ്റും. ഈ കർത്താവിന്റെ വേലയിൽ നിങ്ങൾ തയ്യാറാണോ? സമർപ്പിക്കാവോ? ചിലരൊക്കെ പറയുന്നത്, ഞാൻ പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നെ കൊണ്ട് ആരോടും അങ്ങനെ സുവിശേഷം പറയാനോ എടുക്കാനോ പോകാനോ വരാനോ ഒന്നും എനിക്ക് കഴിയത്തില്ല, എനിക്ക് അതിനുള്ള ഇല്ല എന്നാ പലരുടെയും വാദം. ഞങ്ങളെ കൊണ്ട് 2 രാജാക്കന്മാര് 5-ാം അധ്യായത്തിൽ നയമാൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം അരാൻ രാജാവിന്റെ മന്ത്രിയാണ്, ആ രാജ്യത്തെ മന്ത്രിയാണ്. 5-ാമത്തെ അധ്യായം കേട്ടോ. അദ്ദേഹം ഒരു കുഷ്ഠരോഗിയാണ്. രഹസ്യമായി അദ്ദേഹത്തിന് കുഷ്ഠരോഗമുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു വേലക്കാരി പെണ്ണുണ്ട്. അവള് ഇസ്രായേലിൽ ഒരു അടിമ പെൺകുട്ടിയാണ്. 5-ാമത്തെ അധ്യായം കണ്ടോ? അതിനടിയിൽ ഒരു വരയിട്ടിട്ട് ഇങ്ങോട്ട് നോക്കി ഞാൻ പറയുന്നിടത്തൊരു വരയിടണേ. ചെറിയ പെൺകുട്ടി കണ്ടോ? ചെറിയ പെൺകുട്ടി. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു 10, 28, 30 വയസ്സുണ്ട്. എന്നാൽ ഇതൊരു കൊച്ചു പെണ്ണ, 10, 13, 14 വയസ്സേ ഉള്ളൂ. ചെറിയ പെൺകുട്ടി. സ്തോത്രം. ആ ചെറിയ പെൺകുട്ടി അവൾ ആ വീട്ടിലെ അടുക്കള വേല ചെയ്യുക, വേലക്കാരിയാണ് അവൾ. ആ വീട്ടിൽ അടിമപ്പെണ്ണാണ്. ആ അടുക്കള വേല ചെയ്യുന്ന വേലക്കാരി ആ വീട്ടിലെ കൊച്ചമ്മയോട് സുവിശേഷം പറഞ്ഞു. അവള് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ആളുണ്ട്, യജമാനെ അങ്ങോട്ടൊന്ന് വിടുകയാണെങ്കിൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അടുക്കള വേല ചെയ്യുന്ന വേലക്കാരത്തി ആ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സുവിശേഷം പറയാൻ തുടങ്ങി. ആ ചെറിയ പെൺകുട്ടി. സ്തോത്രം പറഞ്ഞേ. അവളങ്ങോട്ട് സുവിശേഷം പറയാം. ആ സുവിശേഷം ആരേറ്റെടുത്തു? നയമാനും കുടുംബം ഏറ്റെടുത്തു. നയമാൻ തീരുമാനിച്ചു, ഇവള് പറഞ്ഞതുപോലെ ഞാൻ യെരൂശലേമിലേക്ക് പോയി ആ പ്രവാചകനെ കണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങനെ ആ ചെറിയ പെൺകുട്ടിയുടെ ആമേൻ വചനവും ആലോചനകളും ഏറ്റെടുത്തുകൊണ്ട് നയമാൻ അങ്ങോട്ട് പോയി. നയമാൻ ഇവിടുത്തെ ആരാന്നാ വായിക്കുന്നത്?
അരാൻ രാജാവിന്റെ ഡിഫൻസ് മന്ത്രിയാണ് അദ്ദേഹം. സ്തോത്രം. അദ്ദേഹം അങ്ങോട്ട് കണ്ടോ, ആ ചെറിയ പെൺകുട്ടി ഈ കുറജാതിക്കാരനായ നയമാനെ സുവിശേഷം പറഞ്ഞു വിശ്വസിപ്പിച്ച് അവളെ പ്രവാചകന്റെ അടുക്കലേക്ക് വിട്ടു. സ്തോത്രം. പ്രവാചകന്റെ അടുക്ക ചെന്ന് അവൾ സൗഖ്യം പ്രാപിച്ച് മടങ്ങി. മനസ്സിലായോ? ഇല്ല. ചെറിയ പെൺകുട്ടി എന്ത് ചെയ്തു? ഒരു വലിയ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി. നമ്മൾ പറഞ്ഞറിയാ, എനിക്ക് എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്നാ പറയുന്നത്, എനിക്ക് അതിനുള്ള വിളിയില്ലെന്നാ പറയുന്നത്. ഈ ചെറിയ പെൺകുട്ടിയോ, ഈ വേലക്കാരി പെൺകുട്ടിയോ, ഹല്ലേലൂയ, ദൈവ പൈതലേ, നിനക്കറിയാവുന്നതുപോലെ നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ മതി, ബാക്കി ദൈവം ചെയ്തോളും. ഹല്ലേലൂയ പറഞ്ഞേ. ആ ചെറിയ പെൺകുട്ടി അവക്ക് കിട്ടിയ അവസരത്തില് ആ നയമാന്റെ വീട്ടിൽ വീട്ടുവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ അവിടെ സുവിശേഷം പറയാൻ തുടങ്ങി. തീർച്ചയായിട്ടും അവിടെ സുവിശേഷം വെറുതെ ആയില്ല. ആ വലിയ മനുഷ്യൻ യെരൂശലേമിൽ വന്ന് പ്രവാചകനെ കണ്ട് ആ സുവിശേഷം വിശ്വസിച്ച് ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി അദ്ദേഹം സൗഖ്യം പ്രാപിച്ചു. ഇപ്പൊ ചെറിയ പെൺകുട്ടിയൊന്നും അല്ലല്ലോ. 10-36 വയസ്സൊക്കെ ഇല്ലേ, 10-28 വയസ്സൊക്കെ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ കർത്താവിന് വേണ്ടി 2025 ചിലതൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ആ ചെറിയ പെൺകുട്ടി ഒരു വലിയ മനുഷ്യന്, ഇനി ഞാനൊരു കാര്യം പറയും, ഒരു മനുഷ്യനെ നേടിയില്ലെങ്കിലും ഇതിനകത്തുള്ളവരെ പിരിച്ചുവിടരുത്. ഇതിനകത്തുള്ളവരെ എന്ത് ചെയ്തേക്കരുത്. അത് പറഞ്ഞ് ഇത് പറഞ്ഞും കൂട്ടി പിടിപ്പിച്ചു, അവിടെ പറഞ്ഞു നുണ പറഞ്ഞു, ഇത് പറഞ്ഞു അവിടുത്തെ കുറ്റം ഇവിടെ പറഞ്ഞു. ഈ സമയം ആരും പോയേക്കരുത്. ഞാൻ എപ്പോഴും പറയും, ഒറ്റ വാക്കേ പറയാവുള്ളൂ, അത് നല്ലതേ പറയാവുള്ളൂ. ആമേ. എവിടെയാ ഞാൻ പറഞ്ഞത്? ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി വാഴും ശൂന്യവും ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. വെള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാ, വെള്ളത്തിന് മീതെ എന്തെല്ലാം ഉണ്ടായിരുന്നു? ഇരുള്, ആഴം, പിന്നെ പാഴ്, ശൂന്യത, വെള്ളം. ഇരുള് മൂടിക്കിടക്കുന്നു, വെള്ളം മൂടിക്കിടക്കുന്നു, ശൂന്യമായി കിടക്കുന്നു, ആഴം, കുഴിയിലേക്കത് കിടക്കുക. ഇതിനെ നോക്കിക്കൊണ്ട് അയ്യോ ഇവിടെ എല്ലാം കുഴിയാണല്ലോ, ഇവിടെ എല്ലാം ഇരുട്ടാണല്ലോ, ഇവിടെ എല്ലാം ശൂന്യമാണല്ലോ, ഇവിടെ എല്ലാം വെള്ളം മൂടി കിടക്കുകയാണോ? ഇതുവല്ലോ കർത്താവ് പറഞ്ഞോ? പറഞ്ഞോ? കർത്താവ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം. ഇങ്ങനെ ഒറ്റ കാര്യമേ പറയാവുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യരുത്, കുറ്റം പറയരുത്. എന്ന് ഇവിടെ എല്ലാം വെള്ളമാണ്, ഇവിടെ എല്ലാം ശൂന്യമാണ്, ഇവിടെ എല്ലാം പാഴാണ്, ഇവിടെ എല്ലാം ഇരുട്ട് മൂടി കിടക്കുകയാണ്. ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് കുറ്റം പറച്ചിൽ നടത്തിയിട്ട് വായിക്കറ്റുന്ന ഒരു നല്ല കാര്യം പറ. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് ഒന്നിന്റെ കുറ്റം പറഞ്ഞില്ല. കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നല്ല വാക്കുകൾ സംസാരിക്കുക. ആമേ. പ്രൈസ് ദി ലോർഡ്. പിന്നെ പിറുപിറുപ്പൊക്കെ എടുത്ത് കളയുക. ഞാൻ എപ്പോഴും പറയും, ആമേ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഈ സൃഷ്ടിയെ കുറിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളാം. ഈ രാത്രിയിൽ ദൈവം സംസാരിക്കുന്നില്ല. ആദ്യത്തെ 6 ദിവസം സൃഷ്ടി നടക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിച്ചു നോക്കട്ടെ. രാത്രി ദൈവം സംസാരിക്കത്തില്ല. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ദൈവം സംസാരിക്കുന്നില്ല, പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി പൂർത്തീകരിക്കുമ്പോൾ സന്ധ്യയാവും. പകലെല്ലാം ദൈവം സൃഷ്ടിച്ചു, സന്ധ്യയായപ്പോൾ സൃഷ്ടി നടത്തി. അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാട്ടെ? അതിന്റെ അർത്ഥം ആ സൃഷ്ടി ഇരുട്ടത്തൂടെ പോവുക. ഇനിയും 12 മണിക്കൂർ ഇരുട്ടത്തൂടെ പോയാലേ നേരം വെളുക്കത്തുള്ളൂ. നേരം വെളുത്താലേ ഇതിന് പ്രകാശിക്കാൻ ഒക്കത്തുള്ളൂ. സന്ധ്യ ആകുമ്പോഴത്തേന് സൃഷ്ടി തീരും, പിന്നെ ആ സൃഷ്ടിയെല്ലാം ഇരുട്ടത്തൂടെ. സ്തോത്രം. അതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മളെല്ലാം എന്ത് ചെയ്യണം? രാത്രിയുടെ അനുഭവത്തിൽ കൂടെ ഈ ഭൂമിയിൽ പോകാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് രാത്രിയുടെ അനുഭവം വേണ്ട. പകല് പോലെ എപ്പോഴും എൻ്റെ ജീവിതത്തില് നന്മ മാത്രം മതിയെന്ന് പറയുന്നെങ്കിൽ അത് തെറ്റാണ്.
ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം രാത്രിയിലൂടെയും കടന്നു പോകണം, പകലിലൂടെയും കടന്നു പോകണം. ആമേൻ. അത് ദൈവത്തിന്റെ വ്യവസ്ഥിതിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ ടീച്ചറെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു കൊടുക്കും, അറിയാൻ മേലാത്തതെല്ലാം പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ഒരു ദിവസം ടീച്ചർ മിണ്ടത്തില്ല. അതേതാണെന്നറിയാവോ? അറിയാവോ? സ്തോത്രം. ശിവായിക്കറിയാവോ? ആ ചിക്കൻ അറിയാം അല്ലേ? സോസേജും ഒക്കെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദിവസം പരീക്ഷയുടെ ദിവസമാണ്. അന്ന് കുട്ടി എന്ത് ചോദിച്ചാലും ഉത്തരം ടീച്ചർ പറഞ്ഞു കൊടുക്കത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അവൻ ആ പരീക്ഷയിൽ കൂടെ കടന്നു പോകേണ്ടത് അവന്റെ ജീവിതത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ടീച്ചർ മിണ്ടാത്തത്. ഇതുപോലെ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം രാത്രിയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ദൈവം മിണ്ടാത്തത്. ദൈവം മിണ്ടാൻ തുടങ്ങിയാൽ പലരും പറയും രാത്രി വേണ്ടെന്ന് പറയും. കർത്താവ് ഈ രാത്രി എത്രയും പെട്ടെന്ന് രാത്രി ഒന്ന് മാറ്റാൻ പുള്ളി മിണ്ടുകയല്ല. അപ്പൊ രാത്രിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പകലിൻ്റെതായ സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല, രാത്രിയുടേതായ ഒരു അനുഭവം നമുക്കുണ്ട്. ഇത് രണ്ടും കൂടെ ഉള്ളതാണ് ജീവിതം. അറിയാൻ മേലാത്തവരൊക്കെ അതും ഇതുമൊക്കെ വിളിച്ച് പറയും ഭയങ്കര സുഖാന്നൊക്കെ പറയും. അതൊന്നും കേട്ടിളകരുത് കേട്ടോ. സ്വത്രം പറഞ്ഞേ അപ്പൊ മടങ്ങി വരാം. അപ്പൊ അധികം സംസാരിക്കേണ്ട, ഒറ്റ വാക്ക് 2 വാക്കാണ് നല്ലത്. നല്ലത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയും, ഏറ്റവും നല്ല വാക്കാണ്. അടുത്ത ലൈൻ എങ്ങനെ എഴുതിയിരിക്കറിയാം? നല്ലത് എന്ന് കർത്താവ് കണ്ടു. നല്ലത് എന്ന് പറ്റുമോ? പറ്റുമെന്നുണ്ടെങ്കിൽ അർത്ഥം പറയില്ല. പിന്നെ വെറുതെ ഞാൻ എന്തിനാ കിടന്നില്ല. നല്ലതെന്ന് പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ, പറ്റുമല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം 1-ാം ദിവസം സ്വർണമില്ല, 1-ാം ദിവസം വെള്ളിയില്ല, 1-ാം ദിവസം ജീവജാലങ്ങളില്ല, 1-ാം ദിവസം വൃക്ഷമില്ല, 1-ാം ദിവസം യാതൊരു മെറ്റീരിയൽസും ഇല്ല, 1-ാം ദിവസം എന്തില്ല? പ്രൈസ് ദി ലോർഡ്. എന്തില്ല? ആകാശം പോലുമില്ല. വെള്ളവും തമ്മിൽ വേർതിരിയുന്നതും ആകാശം ഉണ്ടാകുന്നതൊക്കെ പിന്നീടാണ്. സ്തോത്രം പറഞ്ഞ്. നക്ഷത്രമില്ല, ഒന്നുമില്ല. 1-ാം ദിവസം ഒറ്റ കാര്യമേ ഉള്ളൂ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു നല്ലതേ. കണ്ടോ? നമ്മളാണെങ്കിൽ പറയോ ഒരു വെളിച്ചം മാത്രം? നമ്മൾ പറയത്തില്ല. ഒരു 10 ലക്ഷം ബാങ്കിൽ കിടപ്പുണ്ടെങ്കിൽ പോലും പക്ഷെ അത്ര നല്ലത്. അപ്പൊ 10 ലക്ഷം കിടപ്പുണ്ട്, അത്ര അങ്ങോട്ട് ഈ വർഷം അത്ര അങ്ങോട്ട് ശരിയല്ലെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവൈതലേ, ഉള്ളത് നല്ലതെന്ന് പറയാം. ആദ്യത്തെ ദിവസം ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അതിനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു നല്ലത്. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് അത് നല്ലതെന്ന് ആദ്യമേ നമ്മൾ പറയുക. ഹല്ലേലൂയ പറഞ്ഞ്. ഒത്തിരി ഉണ്ടായിട്ടല്ല, ഉള്ളത് നല്ലതെന്ന് പറയാൻ പഠിക്കണം. ഇത് മനുഷ്യനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് 50 ദിനാറേ ഉള്ളെങ്കിൽ അതും വെച്ചോണ്ട് ഇത് പോരല്ലോ എന്നുള്ള ചിന്തയല്ല നമ്മൾ നടക്കുന്നത്. ഇത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നടക്കുക. ഉള്ളത് ആദ്യമേ നല്ലതെന്ന് പറ കുഞ്ഞെ. അങ്ങനെ പറയുമ്പോഴാണ് അടുത്ത 2-ാം ദിവസം വരുന്നത്, അടുത്ത 3-ാം ദിവസം വരിക. അങ്ങനെ ദിവസങ്ങൾ വരുന്തോറും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക. മാറ്റം ഉണ്ടായിക്കഴിഞ്ഞല്ല നല്ലതെന്ന് പറഞ്ഞത്, ഒന്നുമില്ലാതിരിക്കുമ്പോൾ നല്ലതെന്ന് പറഞ്ഞു. ഒരു 3-ാം ദിവസവും 4-ാം ദിവസവും ഒക്കെ നമുക്ക് നല്ലതെന്ന് പറയാം. എന്നാന്ന് വെച്ചാൽ അന്നേരത്തേന് എന്തുണ്ടായി? ജീവജാലങ്ങളുണ്ടായി, വൃക്ഷമുണ്ടായി, കടലുണ്ടായി, കടലിൽ ജീവജാലം ഉണ്ടായി, ആകാശം ഉണ്ടായി, നക്ഷത്രം ഉണ്ടായി, സ്വത്തും ഇഷ്ടം പോലെ മെറ്റീരിയൽസും പണവും ഒക്കെ ഉണ്ടായി. 1-ാം ദിവസം ഇതൊന്നുമില്ലെന്ന്. 1-ാം ദിവസം ഒന്നുമില്ല, വെളിച്ചം. ആ ഇല്ലായ്മയെ പറയാൻ പറ്റുമോ? ആദ്യമേ ചോദിച്ചാ പ്രസംഗിച്ച, എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കരുത്, ഞാൻ ആദ്യമേ പറഞ്ഞു. സ്തോത്രം പറഞ്ഞു. അതുകൊണ്ട് പറയാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ആ ഉള്ളതിനെ നോക്കിക്കണ്ട് ദൈവമേ ഇത് നല്ലതെന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ മനസ്സിന് തൃപ്തി വേണം. ഒത്തിരി ഉണ്ടായിട്ടല്ല പറഞ്ഞത്, ഉണ്ടാകാതിരിക്കുമ്പോൾ.
ഹല്ലേലൂയ. വെളിച്ചം നല്ലത് എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെയല്ലേ ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിക്കേ. അതിന്റെ 1 തൊട്ടുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വെളിച്ചം നല്ലത് എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. സ്വർണം ഉണ്ടായിട്ടാണോ പറഞ്ഞത്? അന്ന് അവിടെ വെള്ളിയുണ്ടോ? അന്ന് അവിടെ ഈട്ടിത്തടിയും തേക്ക് തടിയൊക്കെ ഉണ്ടോ? സ്തോത്രം പറഞ്ഞ് അന്നും വെള്ളത്തിനകത്തും മുത്തും പവിഴവും ജീവജാലങ്ങളും വല്ലതും ഉണ്ടോ? ആകാശത്ത് നക്ഷത്രമുണ്ടോ? ഈ ഭൂമിയിൽ ഇരുമ്പോ ചെമ്പോ സ്വർണമോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പാഴായി കിടക്കുന്നിടത്ത്, ശൂന്യമായി കിടക്കുന്നിടത്ത്, ആഴത്തിലേക്ക് കിടക്കുന്നിടത്ത്, ഇരുള് മൂടി കിടക്കുന്നിടത്ത്, വെള്ളം മൂടി കിടക്കുന്നിടത്ത് ഒരു വെളിച്ചം വന്നപ്പോൾ അതിനെ നോക്കിക്കൊണ്ട് നല്ലത്. ലിലിയ. അപ്പൊ 10 നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു മാസം കിട്ടുന്നത് എത്രയാ? അത് കയ്യിലെടുത്തിട്ട് ഇത് തന്നതിന് നല്ലത്. അല്ലാതെ അത് ഇത് കുറഞ്ഞു പോയെന്ന് പരാതി പറയുന്ന സ്വഭാവം അല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിയാകുക. കർത്താവിന് ആ വെളിച്ചം കണ്ടപ്പോ തൃപ്തിയായി. നല്ലത് എന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ? പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ മുമ്പിൽ താഴ്ത്തി കൊടുക്കേ. ഹല്ലേലൂയ. ഇപ്പൊ ചെറിയ സംഭരണി കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ അത് വലുതായി. 5 അപ്പമായിരുന്നു. അത് 15,000 പേര് കഴിച്ച് 12 കൊട്ട ബാക്കി വരത്തക്ക നിലയിൽ പ്രാർത്ഥനയുടെ അത് വലുതായി. അതുകൊണ്ട് 2025 ചില ദിവസങ്ങൾ വേർതിരിച്ച് നിന്റെ ജോലിക്ക് വേണ്ടി, നിന്റെ വരുമാനത്തിന് വേണ്ടി, നിനക്കുള്ള സകലതും ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ ശക്തി ചെറുതിനെ വലുതാക്കും. ചെറുതിനെ വലുതാക്കും. ചെറിയ മേഘമായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഏലിയാവ് പ്രാർത്ഥിച്ച് അതിനെ വലിയ മഴക്കാറാക്കി മാറ്റി. അതിനെ ആ ദേശം മുഴുവൻ മഴ പെയ്ത് വലിയൊരു വിടുതൽ ഉണ്ടാകത്തക്ക നിലയിൽ അതിനെ വലിയ നിലയിലേക്ക് പ്രാർത്ഥിച്ച് ആ ദൈവത്തിന്റെ ഭക്തൻ അതിനെ മാറ്റിയെടുക്കുകയാണ്. ആ ചെറിയ സംഭരണിയെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് യേശു അതിനെ വലുതാക്കി മാറ്റിയെടുക്കുകയാണ്. ലിലിയ പറഞ്ഞേ. അപ്പൊ ചെറുതിനെയൊക്കെ വലുതാക്കുന്ന ദൈവം. നമ്മുടെ ചെറിയ ജോലി, നമ്മുടെ ചെറിയ വരുമാനങ്ങൾ, നമ്മുടെ ചെറിയ ബിസിനസ്സുകൾ, നമുക്കുള്ള ചെറിയ നന്മകൾ ദൈവം മുൻപാകെ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അതിനെ വലുതാക്കി ദൈവം മാറ്റിത്തരും. അതിനെ വലുതാക്കി ദൈവം മാറ്റിത്തരും. പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരാധനയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയമായതുകൊണ്ട് ഞാൻ ഒത്തിരി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ അവസാന നിമിഷമാണ് ഈ വർഷത്തിൻ്റെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഏൽപ്പിച്ചതിൻ്റെ ഒക്കെ കണക്ക് തീർക്കണം അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മളെ സുവിശേഷം ഏൽപ്പിച്ചത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. സുവിശേഷം ഏൽപ്പിച്ചത് അനുകൂലമായ സാഹചര്യത്തിലല്ല, തികച്ചും എതിർപ്പുകളുടെയും പ്രതികൂലത്തിൻ്റെയും സാഹചര്യത്തിലാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. എന്താ പറഞ്ഞത് അറിയാമല്ലോ? ഓർമ്മയുണ്ടോ? ഈ രാജാവിനെ വേണ്ടെന്ന് പറയുന്ന ആളുകളുടെ വീട്ടിൽ ചെന്നിട്ട് ആ രാജാവിൻ്റെ താലന്ത് അവിടെ വിൽക്കണം. അവരത് മേടിക്കേണ്ടത്. അവിടെയാ കച്ചവടം നടത്തേണ്ടത്. അല്ലാതെ കച്ചവടം അനുകൂലമായൊരു സ്ഥലത്ത് പോയല്ല. ലൂക്കോസ് 19:11 തൊട്ടുള്ള വാക്യത്തിലാണ് നമ്മളത് പറഞ്ഞത്. ഈ രാജാവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് രാജാവിനെ എതിർത്തുകൊണ്ട് പ്രതിനിധികളെ അയച്ചു. അങ്ങനെ വേണ്ടെന്ന് പറയുന്ന ജനങ്ങളുടെ അടുക്കൽ ഇദ്ദേഹത്തിന്റെ താലന്തുമായിട്ട് ദാസന്മാർ പോവുക. അനുകൂലമായിടത്തോട്ടാണോ പോകുന്നത്? വഴി അടഞ്ഞിടത്തോട്ടാ പോകുന്നത്. ഒരു കാരണവശാലും ഇതിന്റെ ഉടമസ്ഥന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് വേണ്ട, ഇതക രാജ്യം ഭരിക്കണ്ടെന്ന് പറഞ്ഞ് എതിർത്തോണ്ടിരിക്കുന്ന ആളുകളുടെ നടുവിലേക്ക് അദ്ദേഹത്തിന്റെ താലന്തും കൊണ്ട് പോവുക കച്ചവടത്തിന്. അവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് അവര് വിജയിച്ചു. 1 കൊടുത്തവൻ 5 കൊടുത്തവൻ 10 അവിടെ നിന്ന് നേടി. 10 എന്ത് ചെയ്തു? 5 കൊടുത്തവൻ അവിടെ 10 നേടി. 2 കൊടുത്തവൻ 5 നേടി. അങ്ങനെ ആ പ്രതികൂലത്തിൽ സുവിശേഷം വിറ്റവർ ലാഭം നേടി. ഹല്ലേലൂയ പറഞ്ഞത്. 2025 പ്രതികൂലത്തിന്റെ മധ്യത്തിലാണ് നിന്റെ ആത്മീയ ശുശ്രൂഷകളും ആരാധനകളും മുമ്പോട്ടുള്ള പോക്കും വിശാലമാകേണ്ടത്.
ഹല്ലേലൂയ പറഞ്ഞ് അതിനു വേണ്ടി നിൽക്കേണ്ടത്. അതുകൊണ്ട് 2025 ആരാധനയ്ക്ക് തടസ്സം ഉണ്ടാകും. ആ തടസ്സത്തിന്റെ മധ്യത്തിലാണ് നീ ആരാധിക്കേണ്ടത്. ആ പ്രതികൂലത്തിലാണ് നീ ആരാധിക്കേണ്ടത്. അവിടെയാണ് നീ ശുശ്രൂഷ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഉയർത്തി കഴിഞ്ഞ ആർക്കും പ്രാർത്ഥിക്കാം. ലാസർ ഉയർത്തി കഴിഞ്ഞ് തുള്ളി അന്യഭാഷ പറയാം. ചീഞ്ഞിരിക്കുന്നിടത്തൊന്ന് പ്രാർത്ഥിക്കാവോ? മാറിക്കൊണ്ടിരിക്കുന്ന ലാസറിന്റെ ശവശരീരത്തിൽ പോയി അന്യഭാഷയൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ചാടിത്തുള്ളി പ്രാർത്ഥിക്കാവോ? അതിന് ശാലം ബുദ്ധിമുട്ടുണ്ട്. സ്വത്രം പറഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കളെ, ഇവിടെ സുവിശേഷ വേല ചെയ്യണം. എവിടെ? ഈ രാജാവിനെ വേണ്ട, ഈ രാജാവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ നാട്ടിലെ പ്രജകൾ മുഴുവനും ആ രാജാവിനെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ രാജാവിന് വിരോധമായി നിൽക്കുമ്പോൾ, ആ വിരോധമായിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന്റെ താലന്തുമായി കച്ചവടക്കാരി പോയി, ദാസന്മാരെ. അവിടെ ചെന്നവര് വിറ്റു കേട്ടോ. അവിടെ വിറ്റ് എന്ത് ചെയ്തു? ലാഭം നേടി. തികച്ചും പ്രതികൂലമായിരിക്കും, തികച്ചും പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ അവിടെയാണ് ആരാധന വിജയിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെ നിങ്ങൾ ആരാധന മുടക്കരുത്, അവിടെ നിങ്ങൾ കൂട്ടാൻ മുടക്കരുത്. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തെ ആത്മീയം വളരേണ്ടത് അവിടെയാണ്. അവിടെയാണ് നമ്മുടെ ആത്മീയം വിശാലമാകേണ്ടത്. എന്നിട്ട് അവരെ വിളിച്ച പേരാണ് നല്ല ദാസനെ. ഗോത്രരാജ് കൂള് കൊടുത്തവരെ വിളിച്ച പേരല്ല കേട്ടോ. ദശാംശം കൂള് കൊടുത്തവരെ പേരല്ല. നല്ല ദാസനെ എന്ന് വിളിച്ചത് ഇവരെയാ. അല്പത്തിൽ വിശ്വസ്തൻ, നല്ല ദാസനേന്ന് ദൈവം വിളിച്ചു. അപ്പോൾ ഓർത്തോണം, ദൈവം നല്ല ദാസനെ എന്ന് വിളിച്ചത് വലിയ പ്രാസംഗികനെ അല്ല, വലിയ രോഗശാന്തി നടത്തിയ പുള്ളിയൊന്നുമല്ല, പൂരമിറക്കിയ പുള്ളിയല്ല. തികച്ചും പ്രതികൂലത്തിൽ ദൈവത്തിന്റെ സുവിശേഷം ഇരട്ടിയായി, അല്ലെങ്കിൽ ആ താലന്തു വിറ്റ് ലാഭമുണ്ടാക്കി യജമാനം വന്നപ്പോൾ ആമേൻ വലിയ നേട്ടം ഉണ്ടാക്കി വെച്ച ദാസന്മാരെയാണ് വിളിച്ചത് നല്ല ദാസനെ. അതുകൊണ്ട് ദൈവവൈദ്യനെ, നല്ല വിശ്വാസിയാണ് ദൈവം വിളിക്കുന്നത് ആമേ കയ്യടിയുടെ വലിപ്പത്തിലല്ല, ആമേ പ്രതികൂലത്തിൽ നീ എത്രമാത്രം ആത്മീയത്തിൽ നിൽക്കുമെന്നുള്ളതാണ്. അതാ നോക്കുന്നത് കർത്താവ്. അവിടെയാ ദൈവം നോക്കുന്നത്. അവരെ വിളിച്ച പേരാണ് നല്ല ദാസനെ. നീ 5 പട്ടണത്തിലെ അധിപനാകാൻ. അപ്പൊ ഉയർച്ച ഇവർക്കാണ്. കർത്താവിന്റെ വേല ചെയ്താൽ ഉയർച്ച കിട്ടുമെന്നൊക്കെ ഒത്തിരി പേര് നമ്മളെ പഠിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു. തെറ്റല്ല, പക്ഷെ കിട്ടത്തില്ല. വേല ചെയ്താൽ പോരാ, ഈ പ്രതികൂലത്തിൽ ചെയ്യണം. ഇവിടെ ചെയ്യണം. ഇവിടെ ചെയ്തവരോടാ പറഞ്ഞത്, നീ 5 പട്ടണത്തിന്റെ അധിപനായിരിപ്പീൻ, നീ 10 പട്ടണത്തിന്റെ അധിപനായിരിപ്പീൻ. എവിടെ? രാജാവിനെ എതിർത്ത ജനങ്ങളുടെ നടുവിൽ ചെന്ന് അദ്ദേഹത്തിന്റെ താലന്ത് അവിടെ വിറ്റ് ലാഭമുണ്ടാക്കിയവരോട് പറഞ്ഞു, നീ 5 പട്ടണത്തിന്റെ അധിപനായി. അതുകൊണ്ട് ദൈവവൈദ്യരെ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്റെ ആത്മീകം എങ്ങനെ നിൽക്കും? അവിടെയാണ് നിന്റെ അനുഗ്രഹത്തിന്റെ അളവ് കൂടുന്നത്. സ്തോത്രം പറഞ്ഞത്. അവിടെയാണ് നമ്മുടെ നന്മ വർദ്ധിക്കുന്നത്. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നല്ല കാറും വണ്ടിയും ഇഷ്ടം പോലെ സുഖസൗകര്യങ്ങളും ഒക്കെ തന്നാൽ ആർക്കാ സുവിശേഷം പറയാൻ മേലാത്തത്? ഇതൊന്നും ഇല്ലാത്തടത്ത് പറ്റുമോ എൻ്റെ ദൈവത്തെയും? ആമേ. പ്രൈസ്. തികച്ചും എതിർപ്പിന് നടുവിൽ പറ്റുമോ? തികച്ചും തടസ്സമുള്ളിടത്ത് പറ്റുമോ? ആമ വേണ്ടെന്ന് പറയുന്നിടത്ത് പറ്റുമോ? മാറ്റി നിർത്തുന്നിടത്ത്, ഓടിക്കുന്നിടത്ത്, യജമാനെ ഓടിച്ചു കളയുന്നിടത്ത് യജമാനന്റെ താലന്തുമായി പോവുകയാണ്. യജമാനെ മാറ്റി നിർത്തിയിരിക്കുന്നവരുടെ നടുവിലേക്ക് യജമാനന്റെ താലന്തുമായി പോവുകയാണ്. യജമാനെ വേണ്ടെന്ന് പറഞ്ഞവരുടെ നടുവിലേക്ക് താലന്തുമായി പോവുകയാണ്. ഈ രാത്രി ചോദിക്കുന്നു, ഒരിക്കൽ കൂടെ ചോദിച്ചവിടെ അവസാനിപ്പിക്കുന്നു. തികച്ചും പ്രതിസന്ധി പറ്റുമോ? പ്രതികൂലത്തിൽ പറ്റുമോ? തടസ്സങ്ങളിൽ പറ്റുമോ? വഴി അടഞ്ഞിരിക്കുമ്പോ പറ്റുമോ? ആമേ. പ്രൈസ് ദി ലോർഡ്. വഴി അടഞ്ഞിരിക്കുമ്പോ പറ്റുമോ? സാധ്യത ഇല്ലാതിരിക്കുന്നിടത്ത് പറ്റുമോ? അനുകൂലമല്ലാത്തടത്ത് പറ്റുമോ? പറ്റുന്നെങ്കിൽ ആ പ്രവർത്തനത്തിന് നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് നന്മയുണ്ട്. 5 പട്ടണം നേടിയവന് ആമേ 5 പട്ടണത്തിന് നന്മ കൊടുത്തു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ സമയമായി. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് ഈ കേൾക്കുന്ന വചനത്തിന്റെ മുൻപില് ഇനി നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്.